Hi everyone, welcome back to our conversations on mental health. ഞാൻ ഡോക്ടർ ജാസ്മിൻ. ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറപ്പിയുടെ ആദ്യ സെഷനുകളിലൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. സോ ടൈമിൻ്റെ കാര്യം ഇന്ന് സംസാരിക്കാം. എത്ര സമയത്തേക്കാണ് ഒരു സെഷൻ? ഒരു സെഷനിൽ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എടുക്കാനായിട്ട് ആൾക്കാർ വരുമ്പോൾ തുടക്കത്തിൽ വരുന്നവർക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഉണ്ടാകും. പലപ്പോഴും ഒരു സെഷൻ ബുക്കിംഗ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ആ സെഷൻ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയുള്ള സമയമാണ് സാധാരണ ഉണ്ടാവുക. അത് ഇന്റർനാഷണലി ഉള്ള എല്ലായിടത്തുമുള്ള ഒരു ടൈം പാറ്റേൺ ആണത്. 45 മിനിറ്റ്സ് ടു 1 അവർ എന്നുള്ളത്. സോ പ്രൊഫഷണൽസ് പലപ്പോഴും ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വരുന്ന സമയത്ത് ഒന്ന് ഉറപ്പിക്കേണ്ടത് ഇത്രയും ടൈമേ ഉള്ളൂ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം കിട്ടുമോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എക്സ്ട്രാ ടൈം കൂടുതൽ സമയം എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അല്ല എങ്കിൽ ഈ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു ചുരുക്കം ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ അത് ഈ സമയത്തിനുള്ളിൽ പറയാനായിട്ടുള്ള പ്രിപ്പറേഷൻസ്. ഇപ്പം ഒരാൾക്ക് 10-30 വയസ്സുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പം അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കുറേ വർഷങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളും ആദ്യത്തെ സെഷനിൽ തന്നെ പറഞ്ഞു തീർക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ആൻഡ് അത് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു തെറപ്പിസ്റ്റ് അത് ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നുമുണ്ടാവില്ല. എങ്കിലും ഈ ഒരു സംസാരിക്കാനുള്ള പ്രധാന കാരണങ്ങൾ അല്ലെ കാര്യങ്ങൾ ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ പറയാൻ ശ്രമിക്കുന്നത് എപ്പോഴും സഹായകരമാകും. അല്ലെങ്കിൽ ആ സെഷൻ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത് 1 മണിക്കൂറിന് പകരം 1.5 മണിക്കൂർ അല്ല 2 മണിക്കൂർ എന്നുള്ള ടൈം കിട്ടുമോ എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് ആണ് ഈ സെഷൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത്. അത് ഒരു പ്രൊഫഷണലിനെ പോലെ തന്നെ ക്ലയൻസും അത് മനസ്സിൽ ഉണ്ടെങ്കിൽ പലപ്പോഴും ആ സെഷൻ്റെ പ്രോസസ്സ് വളരെ എളുപ്പമായിരിക്കും. Thank you.